എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരെ കൊള്ളയടിക്കൽ തുടരുന്നു. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച വിലവിവര ബോർഡുകൾ മറച്ചുവെച്ച് ശൗചാലയങ്ങളിൽ അധിക പണപ്പിരിവ്. തട്ടിപ്പ് തടയാൻ നിശ്ചയിച്ച സംവിധാനങ്ങളും വിഫലം. എരുമേലിയിൽ എത്തുന്ന അയ്യപ്പന്മാർ വ്യാപാരികളുടെയും കരാറുകാരുടെയും കൊള്ളയ്ക്കും പിടിച്ചുപറിക്കും ഇരയാകുന്ന സംഭവം പതിവാണ്. ഇതിനെ പ്രതിരോധിക്കാനാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വില ഏകീകരിച്ച് ഉത്തരവിട്ടത്. പക്ഷേ ഉത്തരവുകൾ കടലാസിൽ മാത്രമാണ്. കൊള്ളയും പിടിച്ചുപറിയും നിർബാധം തുടരുന്നു. ശുചിമുറിയുടെ വിവിധ ഉപയോഗങ്ങൾക്ക് നിരക്കുകൾ നിശ്ചയിച്ച് ദേവസ്വം ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കരാറുകാരും ഇത്തരത്തിൽ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നാണ് ചട്ടം. പക്ഷേ ബോർഡുകളെല്ലാം കരാറുകാർ ഇഷ്ടാനുസരണം മാറ്റും, മറയ്ക്കും. ഈ ദൃശ്യങ്ങൾ തന്നെ കാണുക. അധിക വില ഈടാക്കുന്നത് വിവിധ ഭാഷകളിലുള്ള വിലവിവര പട്ടിക കണ്ട് അയ്യപ്പന്മാർ ചോദ്യം ചെയ്യാതിരിക്കാനാണ് ഈ കളി. 10 രൂപ വരെ ഈടാക്കേണ്ടയിടത്ത് 35 രൂപ വരെ ഇവിടെ പിടിച്ചുപറിക്കും. പരാതി സ്വീകരിക്കേണ്ട അധികൃതരാകട്ടെ കാര്യക്ഷമമായി ഇടപെടുന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുകയും 2-3 പോലീസുകാർ വന്നതിന് ശേഷം അത് റവന്യൂ കൺട്രോൾ റൂമിലാണ് അതിൻ്റെ അധികാരം എന്നും ദേവസ്വം ബോർഡിനാണ് അധികാരം എന്നും പറഞ്ഞപ്പോൾ നമ്മൾ എരുമേലി പോലീസ് റവന്യൂ കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ അവർ പറയുന്ന ഒരു സ്റ്റാഫാണ് ഫോൺ എടുത്തത്. അദ്ദേഹം പറയുന്നത് എന്തോ അടിയന്തര പേപ്പർ എടുക്കാൻ വേണ്ടി ഈ രാത്രി 10 മണി നേരത്തേക്ക് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. നിലവിൽ ഇതുവരെ അവരാരും വരാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ 24 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ട റവന്യൂ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥന്മാർ ഈ രാത്രിയിൽ എവിടെ പോയി എന്നുള്ള പരിശോധിക്കണം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. റവന്യൂ കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥന്മാർ ശരിയായ രീതിയിൽ പരിശോധനകളോ കാര്യങ്ങളോ നടത്തുന്നില്ല എന്നുള്ള ഒരു നഗ്ന സത്യമാണ്. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തുന്നത് ഏറെ വൈകിയാണ്. ജോലിഭാരമാണ് കാരണമെന്ന് ഉദ്യോഗസ്ഥപക്ഷം. കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് പിന്നണിയിലെന്ന് വ്യാപകമായി വിമർശനമുയരുന്നുണ്ട്. ബോർഡ് മാത്രമല്ല മൂടപ്പെടുന്നത്. അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ ഒരു സംവിധാനമൊട്ടാകെ തലയിൽ മുണ്ടിട്ട് മൂടുകയാണ്. ജനം, കോട്ടയം.